ഇതാണ് കോൺഗ്രസ്സുകാരുടെ എല്ലാവരും കണ്ടോളി, പ്രേക്ഷകരൊക്കെ കണ്ടോളി. ഇതാണ് ശബരിമല ഭക്തന്മാർക്കെതിരെ എടുത്ത ഒരു കേസ് പിൻവലിക്ക്. ശബരിമല ഭക്തന്മാർക്കെതിരെ എടുത്ത ഒരു കേസ് പിൻവലിക്ക്. ഒരു കേസ് പിൻവലിക്ക്. ശബരിമല വിഷയത്തിൽ എടുത്ത തട്ടിപ്പ് അവസാനിപ്പിക്കും. എന്താണോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? താങ്കളിപ്പോ വലിയ പോലീസിനെ നിയന്ത്രിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ആ യൂത്ത് കോൺഗ്രസിന്റെ ആൾക്കാർ കരിങ്കോടി കാണിച്ചതിന് അവരെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. അതാണ് കഷ്ടം. അവരെ കയ്യിൽ ആകെയുള്ളത് കറുത്ത തുണിയാണ്. അവരെ ലോക്കൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ശേഷം പിണറായി വിജയന്റെ ഇടവും വലവും നിന്ന് അയാളെ സംരക്ഷിക്കേണ്ട ഗൺമാൻമാർ പോയി പേപ്പട്ടിയെ തല്ലും പോലെ തല്ലിയിട്ട് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് നടന്നവരല്ലേ നിങ്ങൾ ഇപ്പോഴും അഭിപ്രായം മാറ്റിയിട്ടുണ്ടോ? ഇനി അതും പോട്ടെ, അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവരെ കുറ്റക്കാരാണെന്ന് കണ്ട് റിപ്പോർട്ട് കൊടുത്തപ്പോ നിങ്ങളെ കണ്ണിലുണ്ണിയായ ADGP അത് മുക്കിയിട്ട് ഇപ്പൊ സസ്പെൻഷൻ വാങ്ങിയിരിക്കുക. ഇപ്പോഴും നിങ്ങൾ അതിനെ ന്യായീകരിച്ച് നടക്കുകയല്ലേ? നിങ്ങൾ വേണം ഇതൊക്കെ പറയാൻ. പിന്നെ കോൺഗ്രസ്സുകാരാ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ കേരളത്തിൽ നിന്ന് അധികാരത്തിലിരിക്കുന്നതിന് ഒരു പ്രധാന കാരണം ശബരിമല വിഷയമല്ലേ? ശബരിമല വിഷയത്തിൽ സമരം ചെയ്ത ആളുകൾ ഇപ്പോഴും കോടതി കയറി ഇറങ്ങുക. നിങ്ങളുടെ സർക്കാർ വന്നിട്ട് എത്ര ദിവസമായി? ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾ പിൻവലിച്ചോ? ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2018-19 കാലത്ത് എത്ര കൊല്ലായി അറിയാം? സെഷൻസ് കോടതി ഞാൻ വന്നാൽ കാണിച്ചു തരാം. കോഴിക്കോട് മാറാട് സ്പെഷ്യൽ കോടതിയിൽ നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ കാണിച്ചു തരാം. 5-6 കേസിൽ ഇന്നും ആളുകൾ കഴിഞ്ഞ 6-7 വർഷമായി നടക്കുക. നിങ്ങളെ അധികാരത്തിലേറ്റാൻ സഹായിച്ച വിഷയമാണ്. ഒരു കേസ് പോലും നിങ്ങൾ പിൻവലിച്ചിട്ടില്ല. ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. ഇനി അതും പോട്ടെ, കഴിഞ്ഞ ദിവസം KPCC ഓഫീസിലേക്ക് BJP ഒരു മാർച്ച് നടത്തി. ആ മാർച്ചിൽ പങ്കെടുത്ത BJPയുടെ വനിതാ പ്രവർത്തകരുടെ മുഖത്ത് പോലീസ് അടിച്ചില്ലേ? നിങ്ങൾ വല്ല നടപടി എടുത്തോ? നോക്കൂ, ഇതൊക്കെ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും പോലീസിന്റെ സ്വഭാവം ഒന്നാണ്. പോലീസ് സംവിധാനത്തിന്റെ സ്വഭാവം ഒന്നാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ BJPയെ കുറ്റം പറഞ്ഞിട്ടുള്ളത് ഇത് പരിഹരിക്കാൻ പറ്റൂല. അത് നടക്കാത്ത കാര്യം. BJPയുടെ പോലീസ് ഒന്നല്ല. ഞങ്ങൾ റിക്രൂട്ട് ചെയ്ത ആൾക്കാരൊന്നല്ല ഡൽഹിയിൽ ഇരിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ട് 12 കൊല്ലമായിട്ട്. അതിന്റെ മുന്നേ റിക്രൂട്ട് ചെയ്ത ആൾക്കാർ അവിടെ ഇരിക്കുന്നത്. ഷീലാ ദീക്ഷിത് ഭരിക്കുമ്പോഴും മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴൊക്കെ റിക്രൂട്ട് ചെയ്ത ആൾക്കാരാണ്. അപ്പൊ ഇതൊന്നും ഒരു പാർട്ടിക്ക് ഒരു പോലീസില്ല. പോലീസിന് ഒരു പൊതു സ്വഭാവമുണ്ട്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഗുരുതരമായ കേസുകൾ പിൻവലിക്കാൻ പാടില്ല എന്ന്. പിൻവലിക്കണമെങ്കിൽ അടികിട്ടിയാളെ പെർമിഷൻ വേണം. ആരുടെ വാഹനമാണോ തകർത്തത് അയാളുടെ പെർമിഷൻ വേണം. ഒരാളുടെ വാഹനം, ഒരു ഡിപ്പാർട്ട്മെന്റ് വക വാഹനം തകർത്തിട്ടുണ്ടെങ്കിൽ ആ തകർത്ത ഡിപ്പാർട്ട്മെന്റിന് സമ്മതം കൊടുക്കാൻ പറ്റുമോ? ഒരു സ്വകാര്യ വ്യക്തിക്ക് സമ്മതം കൊടുക്കുക, ഡിപ്പാർട്ട്മെന്റിന് സമ്മതം കൊടുക്കാൻ പറ്റുമോ? ഒരു പോലീസുകാരനെ തലതല്ലി പൊളിച്ചിട്ടുണ്ടെങ്കിൽ ആ പോലീസുകാരെ കോടതിയിൽ ഹാജരാക്കിയിട്ട് എനിക്ക് കേസ് വിഡ്രോ ചെയ്യുന്നതിന് വിരോധമല്ല എന്ന് പറയണം. അത് അയാൾക്ക് വേണമെങ്കിൽ പറയാതിരിക്കുക. കാരണം അത് വ്യക്തിപരമായ പേഴ്സണൽ ഇഞ്ചുറിയാണ്. ഇതൊക്കെയാണ് വിഷയം. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. പൊതുമുതൽ നശിപ്പിക്കുക, പോലീസുകാരെ ആക്രമിക്കുക, മാധ്യമ പ്രവർത്തകയോട് ലൈംഗിക ചേഷ്ടകൾ കാണിക്കുക, ഇതൊന്നും സമരമല്ല. ഇപ്പൊ ഇത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾക്കെതിരെയുള്ള കേസുകളൊന്നും പിൻവലിക്കാൻ സാധ്യമല്ല. കാരണം അത് സുപ്രീം കോടതി തന്നെ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. അതിഗുരുതരമായ സ്വഭാവമുള്ള, പൊതുമുതൽ നശിപ്പിക്കുന്ന, പോലീസുകാരെയും മറ്റു ആൾക്കാരെ ആക്രമിക്കുന്ന കേസുകളൊന്നും അങ്ങനെ പിൻവലിക്കാൻ സാധ്യമല്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അണ്ണാ ഹസാരെ സമരം ചെയ്യാൻ പോയപ്പോ ഈ UPA സർക്കാരിന് ആരെങ്കിലും സംസാരിക്കാൻ പോയോ? ഒരാൾ സംസാരിക്കാൻ പോയോ? ഞങ്ങള് കർഷക സമരത്തിന് സംസാരിക്കാൻ പോയി. അവസാനം കർഷകർ പിടിവാശിയായപ്പോൾ നരേന്ദ്രമോദി കർഷക നിയമം പിൻവലിച്ച് അവരോട് ക്ഷമ പറഞ്ഞു. ഇവിടെ ഞങ്ങൾ സംസാരിക്കാൻ പോയി. ഞങ്ങളുടെ മന്ത്രിയുടെ കൈയോട് സൂപ്പ് വാങ്ങി കുടിച്ചിട്ടാണ് വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിക്കുന്നത്. ഞങ്ങൾ അവരോട് അങ്ങോട്ട് സംസാരിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു മന്ത്രിയുടെ വീട്ടിൽ വരില്ല, ന്യൂട്രൽ വെന്യൂവിന് വേണം. ആയിക്കോട്ടെ, അവിടെയും പോയില്ലേ? എന്നിട്ട് ആശാ വർക്കർമാരോട് സംസാരിക്കാൻ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൽ ആരെങ്കിലും പോയോ? ഒരാൾ പോയോ? ആശാ വർക്കർമാർ നിങ്ങളെ അവരെ പരിഹസിക്കുകയും കുറ്റം പറയുകയും ചെയ്ത് നടന്നവരല്ലേ? അപ്പൊ ഇതൊന്നും BJP പഠിപ്പിക്കണ്ട. ഞങ്ങൾ എപ്പോഴൊക്കെ ആരൊക്കെ സമരത്തിന് വന്നോ അവരായി സംസാരിക്കാനും സെറ്റിൽ ചെയ്യാനും പോയവരാ, സെറ്റിൽ ചെയ്തവരാ. ഞങ്ങൾ അവരെ മുന്നിൽ ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി സെറ്റിൽ ചെയ്തവരാ. പക്ഷേ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലെ കേസുകൾ പിൻവലിക്കാൻ പറ്റില്ല. അത് രാജ്യത്തിലെ നിയമവ്യവസ്ഥയാണ്. 100% ഞാൻ യോജിക്കുന്നു. ശബരിമല കേസിനെ പറ്റി കോൺഗ്രസിന്റെ പ്രതിനിധി മിണ്ടുന്നുണ്ടോ? ഒന്ന് പറയണം രമേശ് ചെന്നിത്തലയോട്. ഈ കേസുകൾ പിൻവലിക്കാൻ നിങ്ങളെ അധികാരത്തിലെത്തിച്ച ശബരിമല പ്രക്ഷോഭ നിങ്ങൾക്ക് ഇന്ന് അവസ്ഥ സൃഷ്ടിച്ച ഒരു കേസ് പിൻവലിക്കുക. ഒരു കേസ് നിങ്ങൾ പിൻവലിച്ചിട്ടില്ല. കോൺഗ്രസ് പ്രവർത്തകന്മാർ കേസ് കയറി ഇറങ്ങപ്പോഴും അതുപോലും പിൻവലിച്ചിട്ടില്ല. ഇതാണ് കുഴപ്പം. എല്ലാവരും കണ്ടോളി, പ്രേക്ഷകരൊക്കെ കണ്ടോളി. ഇതാണ് കുഴപ്പം. കോൺഗ്രസ്
കോൺഗ്രസ്സുകാർക്ക് വിമർശനം കേൾക്കുമ്പോ പടയ്ക്കാൻ നടപടി ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാട്ടണ്ട. ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാട്ടണ്ട. കാര്യമില്ല. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടണ്ട. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ശബരിമല ഭക്തന്മാർക്കെതിരെ എടുത്ത ഒരു കേസ് പിൻവലിക്ക്. ശബരിമല ഭക്തന്മാർക്കെതിരെ എടുത്ത ഒരു കേസ് പിൻവലിക്ക്. ശബരിമല ഭക്തന്മാർക്കെതിരെ എടുത്ത ഒരു കേസ് പിൻവലിക്ക്. ഒരു കേസ് പിൻവലിക്ക്. ശബരിമല വിഷയത്തിൽ എടുത്ത തട്ടിപ്പ് അവസാനിപ്പിച്ചു. ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ.